ജമരെ ഇന്ന് RCCB ട്രിപ്പിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ്. എന്തുകൊണ്ട് ഡൊമസ്റ്റിക് പർപ്പസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിൽ നമ്മൾ 100 MAയുടെയും 300 MAയുടെയും RCCB ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഇവിടെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൻ്റെ വർക്ക് ചെയ്തിരുന്നു. അവിടെ 100 MAയുടെ RCB ആണ് വെച്ചിരുന്നത്. ചെറിയൊരു ട്രിപ്പിംഗ് ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് പരിഹരിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് അവിടെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ കോഫി മെഷീൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീസറുകളുണ്ട്, അതേപോലെ 2 ടൈപ്പ് ഫ്രീസറുകൾ ഇവിടെയുണ്ട്. കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ ഓവൻ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ഫ്രീസറുകൾ 1, 2, 3, പിന്നെ അതേപോലെ തന്നെ ഡീപ് ഫാറ്റ് ഫ്രയർ, ടോസ്റ്റർ, അതേപോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പുറത്തും ഒരു ഫ്രീസറുണ്ട്. പിന്നെ അതേപോലെ തന്നെ വാട്ടർ ഹീറ്റർ കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ 100 MAയുടെ RCCB ട്രിപ്പായി എന്ന് അറിയണ്ടേ? അതിനായിട്ട് ഇതാഴ്ച പണി തുടങ്ങിയിട്ടുണ്ട്. 100 MAയുടെ RCCB ആയിരിക്കുന്നത്. നിലവിൽ നമ്മൾ ലീക്കേജ് നോക്കുമ്പോൾ 20 mA ലീക്കേജ് മാത്രമേ നമുക്ക് കാണിക്കുന്നുള്ളൂ. 20 mA ആണ് സർക്യൂട്ടിൽ വരുന്ന ലീക്കേജ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. എന്താ ഇവിടെ 100 mA RCCB ആയിരിക്കുന്നത്. ഇപ്പോൾ ട്രിപ്പിങ്ങും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് ട്രിപ്പാവുന്നു? ട്രിപ്പിംഗ് ആവുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നോക്കാമല്ലോ. എന്തായാലും ഇത്രയും ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. ഇതെല്ലാം ഒന്ന് നമുക്ക് ഓണാക്കി നോക്കണം. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിൽ നമ്മൾ 100ഉം 300 MA ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് വളരെ പവർ കൂടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ ആംബിയർ റേറ്റിംഗ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബാക്കി കുറച്ച് എക്യുപ്മെൻറ്റ്സുകൾ നമുക്ക് ഓണാക്കി നോക്കാം. എന്തൊക്കെയുണ്ട് അതെല്ലാം നമുക്കൊന്ന് ഓണാക്കി ഫുള്ള് കണ്ടീഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എത്ര mA ലീക്കേജ് വരുന്നുണ്ടെന്നുള്ള കാര്യം ഓണാക്കി. ടോസ്റ്ററിൻ്റെ സ്വിച്ച് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഓണാക്കി. ഫ്രീസറുകൾ ഓണാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറുകൾ 1-2 നമ്മൾ വന്നപ്പോൾ തന്നെ ഓണായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ലീക്കേജാണ് ആ 20 mA. പിന്നെ എവിടെ നിന്ന് വന്നു? ഇപ്പം 87 mA ലീക്കേജ്. മച്ചാമ്മരെ എനിക്ക് കേൾക്കാൻ പോണത് ലൈവ് ഓഡിയോ ആണ്, റെക്കോർഡിംഗ് സമയത്ത് ഓഡിയോ ആണ്. അത് ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക കേട്ടോ. അത് ഓഫ് ചെയ്ത് അപ്പോൾ നമുക്ക് 17 mA നിന്നും 87 mA ലീക്കേജ് ഉണ്ടാക്കി തന്ന ആ സംഭവം ഏതാണെന്ന് നമുക്കൊന്ന് കാണണ്ടേ? അപ്പോൾ അതൊന്ന് പോയി നോക്കിച്ചും വരാം. ആണ് ഡീപ്പ് ഫാറ്റ് ഫ്രയർ. ഇത് നമ്മൾ ഓയിൽ ബോയിൽ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റാണ്. അതിനുള്ള ഒരു ഉപകരണമാണ്. ഇതിലൊക്കെയാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് അതേപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 227 വോൾട്ട് ലൈൻ വോൾട്ടേജ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 50 ഫ്രീക്വൻസി. ആംബിയർ റേറ്റിംഗ് വന്നിട്ടില്ല. ആംബിയർ റേറ്റിംഗ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണം. തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ആംബിയർ വരും. നിലവിൽ 15.68, 69 എന്ന നിലയിലാണ് അതിൻ്റെ ആംബിയർ റേറ്റിംഗ് വന്നുള്ളത്. ഹെവി ആയിട്ടുള്ളൊരു കൺസപ്ഷനുള്ള സംഭവമാണ്. അതേപോലെ തന്നെ പവർ ഫാക്ടറിലേക്ക് വരുമ്പോൾ യൂണിറ്റി പവർ ഫാക്ടറാണ്. റസ്റ്റി ലോഡ് ആയതുകൊണ്ട് തന്നെ കിലോവാട്ട് 3.371 കിലോവാട്ടിലേക്ക് വരുന്നു. അതേപോലെ തന്നെ 3.4 kVA റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നു. മറ്റ് റീഡിങ്സും പോരാണ്ടല്ലോ. അപ്പോൾ പൊതുവേ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റുകൾക്ക്, അതായത് നമ്മൾ ബോയിലറുകളും മറ്റുമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റുകൾക്ക് എപ്പോഴും വെള്ളവുമായിട്ട് സമ്പർക്കമുള്ള ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ബോയിൽ തിളക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ആ ഹീറ്റിംഗ് ഓയിലും കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലായിട്ടുള്ളൊരു ലീക്കേജ് ഈ ഒരു സംഭവങ്ങൾക്കുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു 70 mA ലീക്കേജ് നമ്മൾ അവിടെ കണ്ടതാണ്. 17 നിന്ന് 87 പോയത്. 70 mA ലീക്കേജ് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റുകൾക്ക് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. കാരണം ഓയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഇത് ബോഡി എർത്ത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഷോക്ക് കേൾക്കും. വോയിസിൽ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ടെസ്റ്റിംഗ് ആണ്. ബാക്കിയുള്ള എക്യുപ്മെൻറ്റുകളൊക്കെ നമ്മൾ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഓവൻ ഓണാക്കി, അതേപോലെ തന്നെ ഫ്രീസറുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഓണാക്കി, വാട്ടർ ഹീറ്ററുകൾ കാര്യങ്ങൾ ഓണാക്കി, എല്ലാ സംഭവങ്ങളും ഓണാക്കിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് 69 ലെവലിൽ കാണിക്കുന്നുണ്ട്. ഇനി ഓവൻ സ്റ്റാർട്ടായിട്ടില്ല. ഓവൻ ഓണാക്കുമ്പോൾ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളിൽ വ്യത്യാസം വരെ നമുക്ക് കാണാൻ പറ്റും. നിലവിൽ അത് 87 പോയി. പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങളുണ്ടാകും. അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ചെയ്യുമ്പോഴുള്ള പ്രധാന വെല്ലുവിളികൾ അതൊക്കെ തന്നെയാണ്. കാരണം ഈ യൂണിറ്റുകളിലൊക്കെ കംപ്രസറുകൾ വർക്ക് ചെയ്യുന്നത് ഒരേ സമയത്തൊന്നും ആയിരിക്കില്ല. അത് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ ഒറ്റ റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ഇതെല്ലാം കൂടി ഒരുമിച്ച് സ്റ്റാർട്ടാകുന്ന സമയത്താണ് നമുക്ക് ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാകുക. അപ്പോൾ
അതല്ല പ്രശ്നം. കാരണം അതിൻ്റെ ആംബിയർ റേറ്റിങ്ങിൽ അല്ലെങ്കിൽ മില്ലി ആംബിയർ റേറ്റിങ്ങിന് മുകളിലേക്ക് പോകുമ്പോഴാണ് ട്രിപ്പിംഗ് സംഭവിക്കുക. പക്ഷേ എല്ലാ എക്യുപ്മെൻറ്റുകളും ഉള്ളപ്പോൾ നമുക്കൊരു വാല്യൂസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു കേസ്. ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്ന രീതിയിലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ എടുത്ത് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. ചേട്ടാ വാട്ടർ ഹീറ്റർ ഓഫ് ചെയ്യാൻ പറയുമോ? അല്ല ഇപ്പോൾ സംഭവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നവർ കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർ ഹീറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്ക് 36 കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സാധനം ഓണാകുന്ന സൗണ്ട് കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്രൽ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഇവിടെ 2.5 വോൾട്ടാണ് ന്യൂട്രലിനും എർത്തിനും ഇടയിലായിട്ട് കിട്ടിയിട്ടുള്ളത്. ബ്ലാക്ക് നമ്മൾ ന്യൂട്രലിൽ കൊടുത്തിട്ടുണ്ട്, റെഡ് എർത്തിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 2.4 വോൾട്ട് ഉണ്ട്. ഇപ്പോൾ ഇവിടെ 99.5 ഏകദേശം ആക്യുറേറ്റ് ആയിട്ട് കണ്ട 100 മില്ലി ആമ്പിൻ്റെ തൊട്ട് പറ്റിയാണ് ഇപ്പോൾ റീഡിങ് വരുന്നത്. അതായത് കംപ്രസറും കാര്യങ്ങളെല്ലാം റൺ ചെയ്ത് വരുമ്പോഴും മറ്റ് ഓവൻ്റെ സംഭവങ്ങളും അതേപോലെ തന്നെ നമ്മൾ കണ്ട ഡീപ് ഫാറ്റ് ഫ്രയറും കാര്യങ്ങളും എല്ലാം ഒക്കെ റണ്ണായി വരുമ്പോൾ ഫുൾ ലോഡ് കണ്ടീഷനിലാണ് ഈ 95 വരുന്നത്. ഇതിനിടയ്ക്ക് മറ്റൊരു കംപ്രസർ കൂടി ഒറ്റയടിക്ക് സ്റ്റാർട്ടായാൽ നമുക്ക് ട്രിപ്പിംഗ് സംഭവിക്കും. ഇപ്പോൾ 94 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഇൻഡിവിജ്വലായിട്ട് ഓരോന്ന് ഓഫ് ചെയ്ത് ഓരോ സർക്യൂട്ടുകൾ ചേഞ്ച് ചെയ്ത് നോക്കിയാലേ കറക്റ്റ് അറിയാനായിട്ടും പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ MCBകളായിട്ട് ഓഫ് ചെയ്ത് എവിടെയൊക്കെയാണ് വാല്യൂസ് കുറയുന്നത്, ഏതൊക്കെ ഓഫായി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ആ ആംബിയർ കുറഞ്ഞ സമയത്ത് ന്യൂട്രൽ വോൾട്ടേജിൽ വന്നിരുന്ന ഡൗൺ ആയിട്ടുള്ള സാഹചര്യം കണ്ട 15 മില്ലി ആംബിയറിലേക്ക് വന്നപ്പോൾ അവിടെ ന്യൂട്രൽ വോൾട്ടേജ് 0.9 വോൾട്ടിലേക്ക് വന്നു. അപ്പോൾ ലോഡ് കൂടുന്ന സാഹചര്യത്തിൽ, കൂടുതൽ കറണ്ട് ഒഴുകുന്ന സാഹചര്യത്തിൽ ന്യൂട്രൽ വോൾട്ടേജ് ചെറിയ രീതിയിൽ ഹൈ ആകും. ഈ ഹൈ ആകുന്ന അത് നമ്മളിപ്പോൾ ഒരു ചെറിയ ലോഡ് എന്നുള്ള കണ്ടീഷനാണ്. പക്ഷേ വലിയ ലോഡിലേക്ക് വരുമ്പോൾ ഹൈ ആകുമ്പോഴാണ് ട്രാൻസ്ഫോർമറിലെ ന്യൂട്രൽ വോൾട്ടേജ് കാര്യങ്ങൾ കൂടുക എന്നുള്ള കേസും വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫുൾ MCBകൾ നമ്മൾ ഓഫ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ ലീക്കേജ് എന്ന് പറയുന്നത്, അതായത് ന്യൂട്രലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീക്കേജും അതേപോലെ മറ്റ് ഫേസിൽ നിന്നോ MCBകളുടെ സൈഡിൽ നിന്നുള്ള ലീക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ 0.6 മില്ലി ആംബിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ന്യൂട്രലിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ലീക്കേജ് കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ന്യൂട്രൽ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചെറിയ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മൾ 2.5 കണ്ടു, അതേപോലെ തന്നെ അതിൽ കുറഞ്ഞ റേറ്റിനുള്ള ന്യൂട്രൽ വോൾട്ടേജിൽ വന്നുള്ള വ്യത്യാസം സംഭവങ്ങൾ കണ്ടു. അപ്പോൾ ഇത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഹൈ ലോഡ് എടുത്തപ്പോഴാണ് ആ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ സപ്ലൈ സോഴ്സിൽ നിന്നും എത്രത്തോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അടിസ്ഥാനത്തിലും അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന റെസിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലും വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ന്യൂട്രൽ വോൾട്ടേജിൽ വ്യത്യാസം സംഭവിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ കണക്റ്റഡ് പോയിന്റിൽ ന്യൂട്രൽ എർത്തിങ് ചെയ്യുന്നൊരു സംഭവം. സ്റ്റാറിനെ ന്യൂട്രൽ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ നിലനിർത്താനാണെന്ന് നമുക്കതറിയാം. അതേപോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ന്യൂട്രൽ എർത്തിങ് ചെയ്യുന്നത് പെർഫെക്റ്റായിട്ട് നമുക്ക് ആ പോയിന്റ് 0 എന്ന ലെവലിൽ നിൽക്കാനായിട്ടാണ്. എന്നിരുന്നാലും 0 എന്ന ലെവലിലൊന്നും നിൽക്കുമൊന്നുമില്ല, ഒരു 3 വോൾട്ടിൽ താഴെ നിൽക്കണമെന്നാണ് ആസ് പെർ റൂള് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 5 വോൾട്ട് വരെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നോക്കാം. എന്തായാലും ഇവിടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കൂടിയൊക്കെ ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഇത്രയും വീഡിയോസ് നമ്മൾ RCCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും കമൻറ്റുകളുടെ എല്ലാം അവസാനം നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള മറുപടി തരും, എന്താണ് ഇനി ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ അതോടുകൂടി ഈ ടോപ്പിക്ക് ഇവിടെ തീരും. കാരണം ഇത് മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ കണ്ട ഡീപ് ഫാറ്റ് ഫ്രയറിന് ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർ ഹീറ്ററിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഇത്തിരി അമിതമായിട്ടുള്ള രീതിയിലുള്ളൊരു കൺസപ്ഷൻ എടുക്കുന്നുണ്ട്. അത് കുറയ്ക്കാനുള്ള രീതിയിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ അതിൻ്റെ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ചെയ്യേണ്ട അഡീഷണൽ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയപ്പെടുക. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.